കുട്ടികൾ കളിക്കുമ്പോൾ മണിക്കൂറുകളോളം ഇരുന്ന് കളിക്കും. അവിടെയൊന്നും ഒരു ബോറടിയോ ഒരു ശ്രദ്ധക്കുറവോ ഇല്ല. ടി വി കാണുമ്പോഴോ മൊബൈൽ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ എല്ലാം മണിക്കൂറുകളോളം ഇത് ഉപയോഗിക്കും. അവിടെയും ഒരു ശ്രദ്ധക്കുറവും കാണില്ല. എന്നാൽ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ശ്രദ്ധ പോയി, ബോറടിച്ചിട്ട് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ വിശക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് പല കംപ്ലയിൻസുകളും പറഞ്ഞ് കരച്ചിലായി ബഹളായി അവസാനം വീടുകളിൽ വലിയൊരു വഴക്കിലേക്കാണ് ഇത് പലപ്പോഴും എത്തിച്ചേരുന്നത്. സോ ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, ഒപ്പം അവർക്ക് മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ, അതുകൂടാതെ ലേണിംഗ് പ്രോബ്ലംസുകൾ, ഈ പറയുന്ന 4 പ്രശ്നം കൊണ്ടാണ് പൊതുവെ കുട്ടികൾക്കിടയിൽ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന സമയത്ത് ഈ പഠനം എന്ന് പറയുന്നത് ഒട്ടുമിക്കതും ബ്ലാക്ക് ആൻഡ് വൈറ്റും ആക്ടിവിറ്റി റിലേറ്റഡ് ആണ്. അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം അവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സോ അവർ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോയ്ലറ്റിൽ പോകണമെന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് അവർ ചെയ്യുന്നത്. എന്നാൽ പേരൻസിന് ഇത് സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അവസാനം അതൊരു വഴക്കിലേക്ക് എത്തുന്നു. രണ്ടാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ അടങ്ങൊതുങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിരിപിരിപ്പ്. ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പറയുന്ന പ്രോബ്ലം വരും. കാരണം അവർക്ക് 5-10 മിനിറ്റിനപ്പുറത്തേക്ക് അടങ്ങൊതുങ്ങിയിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോഴും അതും ചലഞ്ചിങ് ആയിട്ട് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് അവർക്ക് റീഡിങ് പ്രോബ്ലം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ അവർക്ക് എഴുതുവാനോ വായിക്കുവാനോ കണക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കുന്നത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളും വരും. ദെൻ ക്ലാസ്സിലെടുക്കുന്നതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെത്തുമ്പോൾ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്. സോ പഠിക്കുന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴും ഈ പറയുന്ന പ്രോബ്ലംസുകൾ ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ക്ലാസ്സിൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാനും, ഇനി അഥവാ പഠനവൈകല്യം പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ സൈക്കോളജിസ്റ്റിനെ കണ്ട് റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനും കൂടി ശ്രമിക്കാം. താങ്ക്